സ്നേഹമുള്ളവരെ, എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നൊരു മാലാഖ, അതാണ് സിസ്റ്റർ ഹേസ്ലെറ്റ്. സിസ്റ്റർ ഹേസ്ലെറ്റ് മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. സമർപ്പ ജീവിതം സന്തോഷകരമായി നയിച്ചു. സന്തോഷകരമായി തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ പോയി. ഇത്രയും വലിയൊരു സെൻഡ് ഓഫ് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രിഗേഷനിൽ ആർക്കും കിട്ടിക്കാണില്ല. പിതാക്കന്മാർ, മന്ത്രിമാർ, MLA-മാർ, MP-മാർ, അതുപോലെ കോതമംഗലം, ഇടുക്കി രൂപതകളിലെ വൈദികർ, സമർപ്പിതർ, മറ്റൽമായ സഹോദരന്മാർ. കാരണം എല്ലാവരുടെയും സ്വന്തമായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റ്. എല്ലാവരും ഹേസ്ലെറ്റിനും സ്വന്തമായിരുന്നു, ഈശോയുടെ സ്വന്തമായിരുന്നു. അതുകൊണ്ട് ഈശോ സ്വന്തമായതിനെ തിരികെ എടുത്തു. അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. വേറെ ഒരു വാക്കും നമുക്ക് പറയാനില്ല. 1-ാം തീയതി ജനറലേറ്റിലേക്ക് ചെല്ലണമെന്ന് ജനറാളമ്മ പറഞ്ഞു. പക്ഷേ ഈശോ പറഞ്ഞു സ്വർഗത്തിലേക്ക് ചെല്ലണമെന്ന്. ഈശോയുടെ വിളിയാണ് കേട്ടത്. കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിശുദ്ധയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കോതമംഗലം രൂപതയ്ക്ക് ചെയ്ത ശുശ്രൂഷകളെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികൾക്ക് മിഷൻ ലീഗ് വഴി, യുവാക്കൾക്ക് യുവദീപ്തി വഴി, മാതാക്കൾക്ക് മാതൃവേദി വഴി, അതുപോലെ തന്നെ ഇടവകളിലെ ധ്യാനങ്ങൾ, സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വഴിയായിട്ട് സമർപ്പിത ജീവിതത്തിൻ്റെ ഈ വെല്ലുവിളി നേരിടുന്ന അവസരത്തിൽ സിസ്റ്ററിൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായിരുന്നു. സമർപ്പിത ജീവിതം സന്തോഷകരമാണെന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞ ഒരു ജീവിതമായിരുന്നത്. ജനറാളമ്മയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ജനറാളമ്മ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഈശോയും ഞാനും പരിശുദ്ധാത്മാവും കൂടി ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. 1-ാം തീയതി ഈ ദൗത്യം ഏറ്റെടുക്കാമെന്ന് ജനറാളമ്മയോട് വാഗ്ദാനം ചെയ്തിരുന്നു. സ്വർഗത്തിലെത്തി ഈശോയും പരിശുദ്ധാത്മാവും സിസ്റ്റർ ഹേസ്ലെറ്റും കൂടി നിങ്ങളേൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കും, സംശയമൊന്നുമില്ല. നമുക്ക് ഈ അവസരത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ, കാരണം അമ്മയുടെ ജീവിതം ചിരിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. നമുക്ക് ഹൃദയത്തിൽ ദുഃഖമുണ്ട്. എനിക്കറിയാം, ഞാൻ കാണുമ്പോഴൊക്കെ തമാശ പറയും, കളിയാക്കും, ഒത്തിരിയേറെ ചിരിക്കും. സ്വന്തം വീട്ടിലെ ഒരു സഹോദരിയെ പോലെ തന്നെ പെരുമാറിയിരുന്നു. എല്ലാവരോടും അങ്ങനെയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ജനം. ഞാൻ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അച്ഛന്മാരുടെ നീണ്ട നിരയായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അച്ഛന്മാർ 4-5 പേര് ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചത്. കാരണം അവർക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ സഹോദരിയെ ദൈവത്തിന് തിരികെ കൊടുക്കാം. വിശുദ്ധയായിട്ട് നമുക്കവിടെ നിന്ന് തിരികെ തരട്ടെ. സമർപ്പിത ജീവിതത്തിലൂടെ വിശുദ്ധിയിലേക്ക് ഉയർന്ന സിസ്റ്റർ ഹേസ്ലെറ്റ് എന്നും നമുക്ക് ഒരു പാഠമായിരിക്കണം, മാതൃകയായിരിക്കണം. സമർപ്പിത ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വിശുദ്ധയാണ് സിസ്റ്റർ ഹേസ്ലെറ്റ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രിഗേഷൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. ശതാബ്ദി സമ്മാനമായിട്ടാണ് ഹേസ്ലെറ്റിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വിശുദ്ധ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. SD കോൺഗ്രിഗേഷന്, പുത്തേട്ട് കുടുംബാംഗങ്ങൾക്ക്, കോതമംഗലം, ഇടുക്കി രൂപതകൾക്ക് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ട് ഇനിയും ഒത്തിരിയേറെ നന്മകൾ സിസ്റ്റർ മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.